വെൽക്കം ടു ടേസ്റ്റി ടൈം. ഇന്നത്തെ റെസിപ്പി ബീഫിൻ്റെ ലിവർ വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബീഫിൻ്റെ ലിവറാണ്. നമുക്ക് മട്ടൻ്റെ ലിവർ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ലിവർ നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്കൊരു 15-16 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും 10-12 അല്ലി നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളിതിൽ ചേർക്കുന്നില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയല്ല, കുരുവാണ് ചേർക്കുന്നത്. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കറിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ലിവർ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പം ഇനി നമുക്കിതൊരു 4 വിസിലടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യം ഒരു വിസിലടിച്ച ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 3 വിസിലടുപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലിവറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ തുള്ളി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ലിവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലത്തെ ആ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്ന ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ലിവർ നല്ല വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിലും ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ലിവറൊക്കെ ബീഫിൻ്റെയോ മട്ടൻ്റെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക്